Hi everyone. In today's class we are going to discuss about RTOS based embedded system design principles. Okay. So in this actually we are going to learn about what are the things we need to take care of while we are designing an RTOS based embedded system. Okay. So the first point to notice is that or take care is that design with the ISRs and tasks. ഓക്കെ നമ്മളെപ്പോഴും ഒരു എംബഡഡ് സിസ്റ്റം RTOS ബേസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും ISRനെ ബേസ് ചെയ്തും ടാസ്കുകളെ ബേസ് ചെയ്തും വേണം ചെയ്യാനായിട്ട്. ദാറ്റ് മീൻസ് എംബഡഡ് സിസ്റ്റം ഹാർഡ്വെയർ സോഴ്സ് കോൾ ജനറേറ്റ്സ് ഇൻട്രപ്റ്റ്. ഹാർഡ്വെയർ സോഴ്സ് കോൾ വഴി നമുക്ക് ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കോണ്ടാക്ട് സ്വിച്ചിങ് നടക്കണം, അതുപോലെ തന്നെ ISRനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം അല്ലേ. സോ ISR അറിയാലോ, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനാണ്. Then ISR can post or send messages for the RTOS. അതിന് നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നോക്കിയായിരുന്നു, കണ്ടതാണ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ISRനകത്തു നിന്ന് നമുക്ക് ഇവൻറ്റ്സും മെസ്സേജസും ഒക്കെ നോട്ടിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. പിന്നെ പാരാമീറ്റേഴ്സ് മറ്റുള്ള ടാസ്കുകളിലേക്ക് നമ്മൾ 2 ലെവൽ ഓഫ് ISR യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമുക്ക് ഡേറ്റ പാസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ ഈ ഒരു ISRും ടാസ്കും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം. നോ ISR ഇൻസ്ട്രക്ഷൻ ഷുഡ് ബ്ലോക്ക് എനി ടാസ്ക്. ഒരു ISR ഇൻസ്ട്രക്ഷനും ഒരു ടാസ്കിനെയും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ISR മ്യൂടെക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും പാടില്ല അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ISR ഒരിക്കലും മ്യൂടെക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള കേസ്. സോ അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ പ്രീ റിക്വസ്റ്റഡ് ആയിട്ട് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ നോ ISR ഷുഡ് വെയിറ്റ് ഫോർ ടേക്കിംഗ് ദ മെസ്സേജസ് കിട്ടാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്ത് നിൽക്കാനിട വരരുത്. ദെൻ എ ടാസ്ക് ഓർ ISR ഷുഡ് നോട്ട് കോൾ അനദർ ടാസ്ക് ഓർ ISR. ഒരു ടാസ്കിനകത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ISRനകത്തുനിന്ന് വേറൊരെണ്ണത്തിനെ കോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടുതൽ വരരുത്. ദെൻ ഈച്ച് ISR ഓർ ടാസ്ക് ഹാസ് ടു ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RTOS. എല്ലാത്തിനും RTOSൻ്റെ കൺട്രോൾ ഉണ്ടാവണം. അതല്ല എങ്കിൽ എറർ ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ISRും ടാസ്കും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ദെൻ രണ്ടാമത് കാറ്റഗറിയിൽ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈച്ച് ISR ഡിസൈൻ കൺസിസ്റ്റ് ഓഫ് ഷോർട്ടഡ് കോഡ്. ഓക്കെ, അതായത് ISRന് എപ്പോഴും ഹയർ പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ISRൻ്റെ കോഡ് എപ്പോഴും വളരെ കുറഞ്ഞതായിരിക്കണം. ഒരിക്കലും വളരെ ലോങ്ങർ ആയിട്ടുള്ള കോഡ് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഒരുപാട് നീണ്ടുപോകും. അപ്പം ബാക്കി ടാസ്കുകൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ISR ഒരിക്കലും ലെങ്തിയർ ആവാൻ പാടില്ല. ദെൻ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻസ് എപ്പോഴും ISTയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ത്രെഡ് കൊടുത്തിട്ട് ആ ത്രെഡ് വഴി ചെയ്യിപ്പിക്കണം. ഓക്കെ. ദെൻ ഫ്രീക്വൻറ്റ് പോസ്റ്റിംഗ്, മെസ്സേജസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പോസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുണ്ട് അതിനകത്ത്. ദെൻ അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെങ്കിൽ അടുത്ത പോയിൻ്റാണ് ഡിസൈൻ വിത്ത് യൂസിങ് ഇൻട്രപ്റ്റ് സർവീസ് ത്രെഡ്സ് ഓർ ഇൻട്രപ്റ്റ് സർവീസ് ടാസ്ക്. നമ്മൾ എപ്പോഴും ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ് വരുന്ന കേസസിൽ എപ്പോഴും മാക്സിമം 2 ലെവൽസ് ഓഫ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് ലെവൽ ഇൻട്രപ്റ്റും സ്ലോ ലെവൽ ഇൻട്രപ്റ്റും. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ISRനായിരിക്കും, അതായത് ഫാസ്റ്റ് ലെവലിന്. ദെൻ അതിന് ശേഷം ISRനകത്തുള്ള ഡേറ്റ കളക്ഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ പാസ് ചെയ്ത് കൊടുത്ത് ബാക്കി ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻസ് എല്ലാം വേറൊരു ടാസ്ക് വഴിയോ IST വഴിയോ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ ISRs പോസ്റ്റ് മെസ്സേജസ് ദ ISTs ടു ഡു ദ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻസ്. ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മെസ്സേജസും ISR പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ഉണ്ടാവണം. ദെൻ RTOS വിത്ത് 1 ലെവൽ യൂസ് ടാസ്ക് ആസ് ISTs. അതായത് ഇപ്പോൾ എല്ലാ RTOSും 2 ലെവൽ ISRനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഒരു ലെവൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ IST ആയിട്ട് യൂസ് ചെയ്യുന്നത് വേറൊരു ടാസ്കിനെ ആയിരിക്കും. ഓക്കെ. Then design each task with an infinite loop from start up to finish.
ഓക്കെ, ഏതൊരു ടാസ്ക് ചെയ്യുമ്പോഴും അതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്താക്കിയായിരിക്കും ചെയ്യുന്നത്. അതായത് ഐഡിയൽ സ്റ്റേറ്റും ലാസ്റ്റ് സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പാക്കിയായിരിക്കും ഡിസൈൻ ചെയ്യേണ്ടത്. ഈച്ച് ടാസ്ക് ഹാസ് എ വൈൽ ലൂപ്പ് വിച്ച് നെവർ ടെർമിനേറ്റ്സ്. ടാസ്ക് വെയിറ്റ്സ് ഫോർ ആൻ IPC ഓർ സിഗ്നൽ ടു സ്റ്റാർട്ട്. ഓക്കെ, എപ്പോഴും ടാസ്കിനെ എനേബിൾ ചെയ്യിപ്പിക്കുന്നതും ഡിസേബിൾ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ സിഗ്നൽസ് കൊടുത്തിട്ടായിരിക്കും. Okay, then task runs from the point where it was blocked or preempted. എപ്പോഴും അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യേണ്ടത് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നോ പ്രീഎംപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നോ ഒക്കെ വരുമ്പോഴത്തേനും അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പം ഇത് നിങ്ങൾക്ക് അർഡിനോ മൈക്രോ കൺട്രോളർ അറിയാമോ എന്നറിയില്ല. അപ്പോൾ അർഡിനോ മൈക്രോ കൺട്രോളർ അറിയാവുന്നവർക്കാണെങ്കിൽ അതിനകത്തുണ്ട്, നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ആ മെയിൻ ടാസ്ക്, അതായത് അതിൻ്റെ മെയിൻ കോഡ് നമ്മൾ എഴുതുന്നത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്താണ്. അതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നോർമലി ഉള്ള എംബഡഡ് സിസ്റ്റം, മോസ്റ്റ് ഓഫ് ദി എംബഡഡ് സിസ്റ്റംസും നമ്മൾ സോഴ്സ് കോഡ് എഴുതുന്നത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്തായിട്ടായിരിക്കും. എന്നിട്ട് അതിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ആ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂഷനൊക്കെ നടക്കുന്നത്. That means that system will be working repeatedly. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഡിസൈൻ ഇൻ ദ ഫോം ഓഫ് ടാസ്ക് ഫോർ ദ ബെറ്റർ ആൻഡ് പ്രഡിക്റ്റബിൾ റെസ്പോൺസ് ടൈം കൺട്രോൾ. എപ്പോഴും നമ്മൾ ഒരു ടാസ്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആൻഡ് പ്രഡിക്റ്റബിൾ റെസ്പോൺസ് ടൈം കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ നല്ലൊരു റെസ്പോൺസ് തരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ടാസ്ക് ഡിസൈൻ ചെയ്യേണ്ടത്. RTOS പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ ദ റെസ്പോൺസ് ടൈം ഓഫ് ഡിഫറെൻറ്റ് ടാസ്ക്. പല ടാസ്കുകളുടെ റെസ്പോൺസ് ടൈം കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ RTOSലുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടാസ്കുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. ടാസ്ക് വിച്ച് സിസ്റ്റം നീഡ്സ് ടു എക്സിക്യൂട്ട് വിത്ത് ഫാസ്റ്റർ റെസ്പോൺസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഔട്ട്. ഫാസ്റ്ററായിട്ട് റെസ്പോൺസ് വേണ്ടതെല്ലാം നമ്മൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്. ഡിസൈൻ ഇൻ ദ ഫോം ഓഫ് ടാസ്ക് ഫോർ മോഡുലാർ ഡിസൈൻ. നമ്മളെപ്പോഴും മോഡുലാർ ഡിസൈനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോഡുലാർ ഡിസൈൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ പല ഫങ്ഷൻസും പല മോഡ്യൂൾസായിട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് മോഡുലാർ ഡിസൈൻ. സോ അപ്പം ടാസ്കിനെ എല്ലാം നമ്മൾ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. ഡിസൈൻ ഇൻ ദ ഫോം ഓഫ് ടാസ്ക് ഫോർ ഡേറ്റ എൻക്യാപ്സുലേഷൻ. അതുപോലെ ഓരോ ടാസ്കിലും നമ്മൾക്ക് ഡേറ്റ എൻക്യാപ്സുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് പല ടാസ്കുകൾക്കും പല ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡേറ്റ തമ്മിൽ പ്രൊട്ടക്ഷൻ ഒരു ടാസ്ക് മറ്റൊരു ടാസ്കിൻ്റെത് ആക്സസ് ചെയ്യുന്നതിന് ലിമിറ്റഡ് ഇതുണ്ടാവണം, അല്ലെങ്കിൽ അതിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഡിസൈൻ വിത്ത് ടേക്കിംഗ് കെയർ ഓഫ് ദി ടൈം സ്പെൻഡ് ഇൻ ദി സിസ്റ്റം കോൾസ്. സിസ്റ്റം കോൾസിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആദ്യമേ തന്നെ ഒരു കംപ്ലീറ്റ് ഐഡിയ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ലിമിറ്റ് ദ നമ്പർ ഓഫ് ടാസ്ക്. എപ്പോഴും നമ്മൾ RTOS ബേസ്ഡ് സിസ്റ്റം ചെയ്യുമ്പോഴത്തേനും നമ്പർ ഓഫ് ടാസ്ക് മിനിമം ആയിരിക്കാൻ വേണ്ടി നോക്കുക. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ടാസ്ക് ടു ഇൻക്രീസ് ദ റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് ടാസ്ക് നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സെലക്ഷൻ ഉണ്ടാവണം. ബെറ്റർ കൺട്രോൾ ഓവർ ഷെയർഡ് റിസോഴ്സസിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. മെമ്മറി റിക്വയർമെൻറ്റ് കുറയ്ക്കണം. അപ്രോപ്രിയേറ്റ് പ്രിസിഡൻസ് അസൈൻമെൻറ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഓരോ ടാസ്കിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി അസൈൻമെൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നോക്കണം. ദെൻ യൂസ് പ്രീഎംഷൻ ഇൻ പ്ലേസ് ഓഫ് ടൈം സ്ലൈസിങ്. ടൈം സ്ലൈസിങ് കൊടുക്കുന്നതിന് പകരം പ്രീഎംഷൻ ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് യൂസ് ചെയ്യുക. കാരണം മിക്ക RTOSും പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് സപ്പോർട്ട് ചെയ്യുന്ന RTOS ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീഎംഷൻ കൊടുത്ത് ഉള്ള ടാസ്കുകളായിരിക്കണം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. ദെൻ ടാസ്ക് ഡിലീഷൻ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ടാസ്ക് ക്രിയേഷൻ എപ്പോഴും സ്റ്റാർട്ടപ്പിൽ മാത്രം പെർമിറ്റ് ചെയ്യുക. ദെൻ യൂസ് ഐഡിൽ CPU ടൈം ഫോർ ഇൻറ്റേർണൽ ഫങ്ഷൻസ്. ഇൻറ്റേർണൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ ഐഡിൽ ടൈം യൂസ് ചെയ്യുക.
ഡിസൈൻ വിത്ത് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ബൈ ദ ടാസ്ക്. മെമ്മറി അലോക്കേഷനും ഡി അലോക്കേഷനും ഒക്കെ ടാസ്കിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുക. ഡിസൈൻ വിത്ത് ടേക്കിംഗ് കെയർ ഓഫ് ദി ഷെയർഡ് റിസോഴ്സ് ഓർ ഡേറ്റ എമംഗ് ദ ടാസ്ക്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർഡ് റിസോഴ്സസിനെയും ടാസ്കുകൾക്കിടയിലുള്ള ഡേറ്റയെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ദെൻ ഡിസൈൻ വിത്ത് ഹൈറാർക്കിക്കൽ ആൻഡ് സ്കെയിലബിൾ ലിമിറ്റഡ് RTOS ഫങ്ഷൻസ്. ഹൈറാർക്കിക്കലായിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് RTOS ഫങ്ഷൻസ് മാത്രം യൂസ് ചെയ്തുള്ള ഡിസൈൻസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RTOS ബേസ്ഡ് എംബഡഡ് സിസ്റ്റം ഡിസൈനിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കുക. ഓക്കെ.